ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് താരവും സിനിമാ നടനുമായ നമ്മുടെ അഖിൽ മാരാർ കൊച്ചിയിൽ കാക്കനാട് അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ഒരു ആഡംബര സലൂണിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മലയാളിയുടെ മനസ്സിൽ ഒരുപാട് സ്നേഹങ്ങൾ പിടിച്ചു പറ്റിയ ഒരു ബിഗ് ബോസ് താരമായിരുന്നു നമ്മുടെ അഖിൽ മാരാർ എന്ന് പറയുന്നത്. അഖിൽ മാരാറിന് സുപരിചിതമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഇനാഗ്രേഷനും മറ്റും അതുപോലെ തന്നെ സിനിമാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് കാക്കനാട് ഇപ്പോൾ ഒരു ആഡംബര ഫാമിലി സലൂൺ തുറന്നിരിക്കുന്നത്. തീർച്ചയായും 1650 സ്ക്വയർ ഫീറ്റിൽ ഒരേ സമയം 10 പേർക്ക് ഹെയർ കട്ടിങ്ങും അതുപോലെ തന്നെ 3 സ്പായും അതുപോലെ തന്നെ ഓഫീസും ബാത്റൂം അറ്റാച്ച്ഡുമായ വളരെ ആഡംബര രീതിയിലുള്ള ഒരു സലൂണാണ് അദ്ദേഹം തുറന്നിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ സലൂണിൻ്റെ ഉദ്ഘാടനം കാണാം. ബാക്ക് ക്യാമറ പിടിക്കോ. അദ്ദേഹത്തിൻ്റെ ബിഗ് ബോസ് സീസൺ കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞാലും മലയാളികളുടെ മനസ്സിൽ ഒരു സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു താരമാണ് ഈ അഖിൽ മാരാർ. അദ്ദേഹത്തിൻ്റെ സ്നേഹം സ്വീകരിക്കാൻ വേണ്ടി ഒട്ടേറെ ബിഗ് ബോസ് താരങ്ങൾ അവിടെ എത്തിയതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹം ദീപം തെളിയിക്കാൻ വേണ്ടി ആദ്യം അദ്ദേഹത്തിൻ്റെ മക്കളോടൊപ്പം ദീപം തെളിയിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നതും അതുപോലെ തന്നെ ഭാര്യാപിതാവിനെ ദീപം തെളിയിക്കാൻ വേണ്ടി അവിടത്തേക്ക് ക്ഷണിക്കുന്നതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് താരം സെറീന, അവരും ഒരുപാട് മലയാളികളുടെ സ്നേഹം പിടിച്ചു പറ്റിയ ഒരു താരമാണ്. അദ്ദേഹം ഇപ്പോൾ ദുബായിൽ സെറ്റിലാണ്. അവരും ദീപം തെളിയിക്കുന്നതായി നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അഖിൽമാരുടെ മനസ്സിൻ്റെ ഒരു സ്നേഹം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും അതുപോലെ തന്നെ ബിഗ് ബോസ് താരങ്ങളും എല്ലാം ദീപം തെളിയിച്ചതിന് ശേഷം അദ്ദേഹം ആ ക്യാമറമാൻ്റെ ഇടയിൽ നിന്നും ഒരാളെ ആ വിളക്ക് തെളിയിക്കുന്ന ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും നല്ല ഒരു മനസ്സിനുടമയാണ് നമ്മൾ അഖിൽ മാരാർ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അദ്ദേഹം സ്നേഹത്തോടെ അതിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത് ദീപം തെളിയിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ്. തീർച്ചയായിട്ടും അഖിൽ മാരാറിനും അദ്ദേഹത്തിൻ്റെ സംരംഭത്തിനും ഒരുപാട് മുന്നേറാനുണ്ട്. തീർച്ചയായിട്ടും വളരെ ഒരു 3 സ്റ്റാർ സൗകര്യത്തോട് കൂടിയ ഒരു സലൂൺ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഉദ്ഘാടന വേളയിൽ നിങ്ങൾക്ക് ഒരുപാട് സിനിമ, സീരിയൽ രംഗത്തുള്ള പ്രവർത്തകരെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. എല്ലാവരെയും ഒന്നും ഉൾക്കൊള്ളിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് ദുരിതപ്പെടുത്തിയ ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ രീതിയിലാണ് അദ്ദേഹം പരിപാടി പ്ലാൻ ചെയ്തത്. എങ്കിലും ഒരുപാട് നീണ്ടുപോയി എന്നാണ് അഖിൽ മാരാർ നമ്മളോട് പറയുന്നത്. തീർച്ചയായിട്ടും ബിഗ് ബോസിലെ ഒരു കൂട്ടം താരങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സലൂണിന് അഭിനന്ദനം അറിയിക്കാനും അതുപോലെ തന്നെ ആശംസകൾ അറിയിക്കാനും വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ലൈവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ട് കാണുന്നു അഖിൽമാരുടെ വൈഫ് പറയുന്നത് ഡെഡിക്കേറ്റ് ചെയ്തതാണ് എന്നാണ്. അപ്പോൾ വൈഫ് പറയുന്നത് തീർച്ചയായിട്ടും നേരമെടുത്ത് കുട്ടികൾ സ്കൂളിൽ പോയതിനു ശേഷം 4 മണിവരെ വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽ മാരാർ ഇത് തുടങ്ങിയത് എന്നാണ് അവരുടെ വൈഫ് നമ്മോട് പറയുന്നത്. അതുപോലെ തന്നെ ഈ ജോലിയും ഒരുപാട് തിരക്കുകളും കാരണം മറ്റാരെങ്കിലും ജോലിയെ ശ്രദ്ധിക്കാൻ വേണ്ടി സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ വൈഫ് പറയുന്നുണ്ട്, ഇല്ല, താൻ ഒറ്റയ്ക്ക് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊള്ളും എന്നാണ് അവരുടെ വൈഫ് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സൗന്ദര്യം കൂടിയത് കൊണ്ടാണോ ഈ മേഖല തിരഞ്ഞെടുത്തത്? സാധാരണ സ്ത്രീകളെല്ലാം തിരഞ്ഞെടുക്കുന്നത് മെറ്റീരിയൽസ്, ഡ്രസ്സ്, അങ്ങനത്തെ മേഖലകളാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇതെല്ലാം അഖിൽ മാരാരുടെ ഐഡിയ ആണ്, തൻ്റെ ഐഡിയ അല്ല എന്നും. അതുപോലെ തന്നെ തനിക്ക് സൗന്ദര്യം കുറവുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഞാനൊരു സലൂൺ തുടങ്ങിയത്, സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്നും ഒരു തഗ് മറുപടിയുമായി നമ്മുടെ അഖിൽ മാരാരുടെ വൈഫ്
അവരുടെ കുഴപ്പമില്ലാതെ പോകുന്നു. അഖിലേട്ടൻ പറയുന്ന ചേച്ചിക്കുള്ളൊരു ഗിഫ്റ്റ് ആണെന്നാണ് പറയുന്നത്. അതെ, ഞാൻ ഇങ്ങനെ വീട്ടിലിരിക്കേണ്ട എന്നുള്ളൊരു രീതിയിൽ തുടങ്ങി വെച്ചത്. ബിസിനസ് ചെയ്യണമെന്ന് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സലൂണിലേക്ക് നോക്കാനുള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങളാകുമ്പോൾ കൂടുതലും ക്ലോത്ത്, ഡ്രസ് മെറ്റീരിയൽ അങ്ങനത്തെ ബിസിനസ് നോക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു തിരഞ്ഞെടുക്കാൻ കാരണം? സുന്ദരി ആയതുകൊണ്ടാണോ? അല്ല, സൗന്ദര്യം കുറഞ്ഞു പോയോണ്ട് സലൂണുണ്ടായി. അതെ. ഈ മക്കളുടെ കാര്യമൊക്കെ എന്തോ ഇനി ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബിസിനസ്മാനായി മാറി മക്കള് കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മേച്ചനുണ്ടാവുമോ? ഇല്ല, ഞാൻ എല്ലാം ഹാൻഡിൽ ചെയ്യും. ഈ പച്ച പെയിന്റ് അടിക്കാനുള്ള ഐഡിയ? പച്ച പെയിന്റ് കണ്ണിന് നല്ല സുഖമല്ലേ? കൊള്ളില്ലേ? ഇഷ്ടമായില്ല? നല്ലതാണ്. ഇങ്ങനെ ഡിസൈനിങ്ങിലൊക്കെ ചേച്ചിയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടോ? നമുക്ക് ഞാനും അണ്ണനും എല്ലാവരും നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്തൊരു കാര്യം. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പുതിയതായിട്ട് കൊടുന്നേക്കുന്നത്? ഓഫറുകൾ എന്തെങ്കിലും ഉണ്ടോ ഉദ്ഘാടനം പ്രമാണിച്ചുള്ള? പറയാം, അതൊക്കെ പറയാം. അപ്പം നമ്മളൊന്നും ഇതാക്കി വെച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ അഖിലേട്ടൻ്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അഖിലേട്ടനാണ് പറഞ്ഞത്. അഖിലേട്ടൻ്റെ ഐഡിയ ആയിരുന്നു. രാവിലെ 10 മണി തൊട്ട് 4 മണി വരെ നിന്നെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താനുള്ള വൈകുന്നേരം വരെ മാറ്റി നിർത്താനുള്ള ടെക്നിക്ക്. ഞാൻ ഷോപ്പിങ്ങിലൊന്നും പോകത്തുണ്ടേ, വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയ സലൂണിനെ പറ്റി അഖിൽ മാരാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് കേൾക്കാം. അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് കൊച്ചിയുള്ള കാക്കനാടാണ്. ഇവിടെ നിന്ന് തൻ്റെ വീട്ടിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ തൻ്റെ ബിസിനസ് പാർട്ണറും അതുപോലെ തന്നെ ഫാമിലി സുഹൃത്തുമായ ഒരു വ്യക്തി ഇത് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ തൻ്റെ സുഹൃത്തുക്കളോട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അവർ ആലോചിക്കാമെന്ന് പറഞ്ഞപ്പോൾ താൻ തന്നെ തീരുമാനിച്ചു എന്തുകൊണ്ട് തനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്തുകൂടാ എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ വൈഫ് വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ, അവർക്ക് എന്തെങ്കിലും ഒരു ജോലി വേണ്ട, അത് തീർച്ചയായിട്ടും ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി പറ്റുമെന്ന് അദ്ദേഹം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ സലൂൺ തുടങ്ങുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഏത് ലെവലുള്ള കസ്റ്റമറെയാണ് താങ്കൾ ആകർഷിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മീഡിയം ലെവൽ, അതുപോലെ തന്നെ ഒരു 5 സ്റ്റാർ മോഡൽ അല്ലെങ്കിലും അതുപോലെ തന്നെ ഒരു 3 സ്റ്റാർ മോഡലുള്ള എല്ലാ സർവീസുകളും ഇവിടെ തന്നെ ലഭിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒട്ടും മോശമല്ലാത്ത സർവീസാണ് ഇവിടെ കിട്ടുക എന്നും പൈസയല്ല പ്രശ്നമെന്നും ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ വർക്കിലാണ് കാര്യമെന്നും അഖിൽ മാരാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തികച്ചും ഒരു നല്ല സർവീസ് തന്നെ അവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം 10ഓളം സിറ്റിങ്സ് ആണ് അവിടെ അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ 3ഓളം സ്പാ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഓഫീസും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. ഇനിയും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ തൻ്റെ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ അതുപോലെ തന്നെ വാട്സാപ്പിലോ എന്തിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാലും എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ താൻ അതേ സമയത്ത് തന്നെ നടപടി സ്വീകരിക്കുകയും അതുപോലെ തന്നെ അത് തിരുത്തലുകൾ വരുത്തേണ്ട സ്ഥലത്ത് തിരുത്തലുകൾ വരുത്തും. അതുപോലെ തന്നെ ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട ക്വാളിറ്റീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതും പ്രൊവൈഡ് ചെയ്യാൻ താൻ സന്നദ്ധനാണ് എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗം പിന്നെ ഞാൻ പറഞ്ഞു ശരി, അങ്ങനെ മാനേജർ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അങ്ങനെ ഒരുമിച്ച് എടുത്തൊരു പരിപാടി. ആരാണ് ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരുന്നത്? ചേട്ടനാണോ അതോ വൈഫ്? വലിയ ഐഡിയ ഒന്നുമല്ല, പെട്ടെന്ന് തോന്നി. നമ്മളങ്ങ് ചേച്ചിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ്റെ സമ്മാനം. അങ്ങനൊന്നും ഇല്ലടാ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ അവള് രാവിലെ ഞാൻ ഒരു 10 മണി തൊട്ട് വൈകുന്നേരം ഒരു 4 മണിയുടെ സമയം ഇവർ വെറുതെ ഇരിക്കുകയല്ലേ, അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാൻ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ള വീട്ടിലേക്ക് അങ്ങനെ ഒരു പ്ലാനിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്ത് മസാജ് നിനക്ക് വേണ്ട? സ്പെഷ്യൽ മസാജ്. നിനക്ക് ഫേസ് മസാജ്, പെഡിക്യൂർ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ. ഇങ്ങനെ നമുക്കിത് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്? നോർമലി ഇപ്പോഴത്തെ എല്ലായിടത്തെയും ഒരു മീഡിയം ഒരു ലക്ഷറി ലെവലിൻ്റെ അതിനെക്കാട്ടിയും നമ്മളൊരു താഴത്തുള്ള റേറ്റിൽ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യും. പിന്നെ റേറ്റ് അല്ല ആൾക്കാരുടെ പ്രശ്നം, നല്ല സർവീസ് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. നല്ല സർവീസ് കൊടുത്താൽ റേറ്റ് തരാൻ അവർ തയ്യാറാണ്. ഇതുവരെയുള്ള നമ്മുടെ സ്റ്റാഫുകളൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാഫുകളെയൊക്കെ നോക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി എന്തെങ്കിലും ആൾക്കാർക്ക് ഒരു നെഗറ്റീവായിട്ട് അനുഭവം ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ 100% അത് പരിഹരിക്കാനും അത് എടുക്കാനുമുള്ള ഒരു അവസരം എന്നെ അറിയിക്കും, ഞാനത് ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. ഫസ്റ്റായിട്ടാണ് നമ്മളിത് ചെയ്തത്. ഭയങ്കര ചുരുങ്ങിയ സമയം കൊണ്ടാണ്. ഞാൻ കണ്ണൂർ ഒരു പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നു. ഞാൻ വന്നിട്ട് ഒരാഴ്ച ആയുള്ളൂ. ആ ഒരാഴ്ച സമയം കൊണ്ടാണ് നമ്മൾ ഇനാഗുറേഷൻ ഡേറ്റ് എടുത്തത്. കാരണം എനിക്കിനിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ 4-ാം തീയതി എനിക്ക് കൊട്ടാരക്കര ഇനാഗുറേഷൻ ഉണ്ട്, 8-ാം തീയതി ഇവിടെ കൊച്ചിയിൽ എനിക്ക് മറ്റുള്ളവരുടെ സാധനം. അതുപോലെ തന്നെ ബിഗ് ബോസിൽ നമ്മുടെ അഖിൽ മാരാരോടൊപ്പം പങ്കെടുത്ത ഒരുപാട് മത്സരാർത്ഥികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരാണ് മിഥുൻ, അതുപോലെ തന്നെ നമ്മുടെ സെറീന എന്ന് പറയുന്ന ദുബായ്ക്കാരി. അവരെല്ലാം തന്നെ ദുബായിൽ സെറ്റിലാണ്. അത് അഖിൽ മാരാരുടെ പരിപാടിയാണെന്ന് അറിഞ്ഞത് കൊണ്ട് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് പോരുകയായിരുന്നു എന്നാണ് സെറീന നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ സെറീന പറയുന്നുണ്ട്, അഖിൽ മാരാരുടെ ഈ സംരംഭത്തിന് എല്ലാവിധ മംഗളാശംസകളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ വളരെ നല്ല ഒരു സേവനമാണ് നിങ്ങൾക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്നും എല്ലാവർക്കും ഫാമിലിയും അതുപോലെ തന്നെ കുട്ടികളെയും
കൊണ്ട് തീർച്ചയായിട്ടും സലൂണിലേക്ക് വരാമെന്നും താൻ ഇതെല്ലാം നടന്ന് തീർത്തും കണ്ടു എന്നും അതിൽ സംതൃപ്തിയാണ് രേഖപ്പെടുത്തുന്നത് എന്നും സെറീന നമ്മോട് പറയുകയാണ്. സെറീനയുടെ വാക്കുകൾ ഞാൻ ഇതിൽ കൂടുതൽ എങ്ങനെ പ്രൊമോട്ട് ചെയ്യും? എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ. താങ്ക് യു. ഇത് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ? എന്താ അടിപൊളി ആയിട്ടുണ്ട്. വെരി നൈസ് തീം. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. നല്ല ഭയങ്കര സ്പേഷ്യസ് ആണ്. ഓൾമോസ്റ്റ് 1700 സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് വെരി സ്പേഷ്യസ്. എല്ലാം 10 ചെയറും അങ്ങനത്തെ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്, നമുക്കറിയാം. അപ്പം എല്ലാ സർവീസസ് സ്പായും എല്ലാ കാര്യങ്ങളും ഇസ് അവൈലബിൾ. സോ ഡു കം. എക്സ്പെർട്ടൈസ്ഡ് നെയിൽ ടെക്നീഷ്യൻസിനെയും ഹയർ ചെയ്യുന്നുണ്ട്. സോ അക്രലിക് നെയിൽസും ചെയ്യാം. പുതിയ റീല് അടിപൊളിയായിരുന്നു. താങ്ക് യു. നിങ്ങൾ കേട്ടിട്ടാണ് സെറീന പറയുന്ന വാക്കുകൾ. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ വന്നപ്പോൾ തനിക്ക് ലഭിക്കുന്നത് എന്നും അതുപോലെ തന്നെ നല്ല ഇൻറ്റീരിയർ വർക്കാണ് ഇവിടെ അഖിൽ മാരാർ ചെയ്തിരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ഇവിടത്തേക്ക് സ്വാഗതമെന്നാണ് സെറീന നമ്മളോട് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാവി പരിപാടികൾക്ക് എല്ലാവിധ മംഗളാശംസകളും നമ്മൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോവുമായി വരുന്നത് വരെ ഗുഡ് ബൈ.